ആലപ്പുഴയിൽ ഒരു കർഷകൻ കൂടി ജീവനൊടുക്കി. ചേർത്തല ചാവശ്ശേരി സ്വദേശി ഗണേശനാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, എങ്ങനെയായിരുന്നു സംഭവം? സൗമ്യ, വിദ്യാഭ്യാസ വായ്പയും അതോടൊപ്പം തന്നെ കാർഷിക വായ്പയും തുടർന്ന് അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ജപ്തി നടപടിയും അതുപോലെ കോടതി ഇടപെടലുമൊക്കെ ഉണ്ടായി. വളരെയധികം ഇയാൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്തത്. ചേർത്തല ചാവേശ്ശേരി സ്വദേശി ഗണേശനാണ് ഇന്ന് വീടിന് മുൻവശത്ത് തൂങ്ങി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വായ്പ എടുത്ത വകയിൽ 1.5 ലക്ഷം രൂപയും അതുപോലെ കാർഷിക വായ്പ എടുത്ത ഇനത്തിൽ ഏകദേശം 81,000 രൂപയും അടയ്ക്കാനുണ്ടായിരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലും അതുപോലെ ബാങ്ക് ഓഫ് ബറോഡയിലുമാണ് ഇദ്ദേഹത്തിന് പണമടയ്ക്കാനുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജപ്തി നടപടികൾ വരികയും ഇദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത കടുത്ത രൂക്ഷമാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഇന്ന് ഇദ്ദേഹം ഏതാണ്ട് 12 മണിയോടുകൂടി വീടിന് സമീപമുള്ള മരത്തിൽ തൂങ്ങി മരിച്ചത്. ഇദ്ദേഹത്തിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഭാര്യയ്ക്ക് കടുത്ത പ്രമേഹ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. മക്കൾ 2 പേരും വിദ്യാഭ്യാസം ചെയ്തു വരികയാണ്. ഷാജി, പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം ഇപ്പോൾ വിദ്യാഭ്യാസ വായ്പയായാലും കാർഷിക വായ്പകളായാലും പല ഇളവുകളും നൽകാറുണ്ട് എങ്കിൽ പോലും അതൊന്നും ആവശ്യക്കാർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് ബാങ്കുകളുടെ ഭീഷണി അടക്കമുള്ള പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരുന്നോ ഇവിടെയും ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും സൗമ്യ, ബാങ്കുകളിൽ നിന്നും ജപ്തി എടുത്തു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളും അല്ലെ അവർ വീണ്ടും ഇവരെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 500-ലധികം കർഷകരും അതുപോലെ സാധാരണക്കാരായ ജനങ്ങളും ആത്മഹത്യ ഒരു സ്ഥിതിയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിച്ചത്. പിന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് ചേർത്തലയിൽ നടക്കുന്നത്. ഏകദേശം 1 മാസം മുൻപും ഇത്തരത്തിൽ ചേർത്തലയിൽ ഒരു ആത്മഹത്യ നടന്നിരുന്നു. അതും ബാങ്ക് ജപ്തി ഭീഷണിയെ തുടർന്നായിരുന്നു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കൂലിപ്പണിക്കാരനായിട്ടുള്ള ഒരു കർഷകൻ കാർഷിക വായ്പ അടക്കമുള്ള എടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഗണേശൻ 42 വയസ്സുള്ള വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാർഷിക വായ്പ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വായ്പയും എടുത്തിരുന്ന ഇയാൾ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്. നിയമ നടപടികൾ നേരിട്ടിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ പറയുന്നത്. ചേർത്തല ചാവശ്ശേരി സ്വദേശിയാണ് ആത്മഹത്യ ചെയ്തത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് CPIM വിവിധ ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. ജനാധിപത്യ കേരള കോൺഗ്രസ് 4 സീറ്റിൽ മത്സരിക്കും. 5ാമത് സീറ്റിനെ സംബന്ധിച്ച് LDF-ൽ ചർച്ച ചെയ്യും. ജനതാദൾ S 6 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ CPI എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ. സൗമ്യ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അല്പം ഉഭയകക്ഷികളുമായി ചർച്ച ചെയ്ത് അതിനുശേഷമാണ് LDF യോഗം ചേർന്ന് ഘടകകക്ഷികളുടെ സീറ്റ് സംബന്ധിച്ച ആവശ്യത്തിൽ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടത്. 4:30 ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ വ്യക്തമാക്കും. ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് CPM 92 സീറ്റിലാണ് മത്സരിക്കുന്നത്. CPI 27 സീറ്റിൽ മത്സരിക്കും. ജനതാദളിന് 5 സീറ്റ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 5 സീറ്റിൽ ജനതാദളിന് മത്സരിക്കും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസിന് 4 സീറ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. NCPക്ക് 4 സീറ്റ് തന്നെയാണ്. INL 3 സീറ്റ്, സ്കറിയ തോമസ് വിഭാഗം കേരള കോൺഗ്രസ് 1 സീറ്റ്, കോൺഗ്രസ് S 1 സീറ്റ്, CMB 1 സീറ്റ്, RSP കോവൂർ കുഞ്ഞുമോന് 1 സീറ്റ്, അതുപോലെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിൻ്റെ 1 സീറ്റ് എന്നിങ്ങനെയാണ് ഇപ്പോൾ ഏകദേശ ധാരണയായി ഈ LDF യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഘടകകക്ഷികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം തന്നെയാണ് ഇതിനകത്ത് പരിഗണിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാതെ തന്നെയാണ് LDF-നകത്ത് സീറ്റ് വിഭജനം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം LDF കൺവീനർ തന്നെ വാർത്താ സമ്മേളനത്തിൽ 4:30 മണിക്ക് വ്യക്തമാക്കും. സുനിൽ അരമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. LDF സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു. കുട്ടനാട് പൂഞ്ഞാർ സീറ്റുകൾ കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമാണെന്ന് KM മാണി. 2 സീറ്റും കോൺഗ്രസിന് കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും KM മാണി. 1 സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും മാണി പറഞ്ഞു.
UDF കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മിനിമം ഒരു സീറ്റെങ്കിലും കൂടുതൽ സീറ്റ് കേരള കോൺഗ്രസിന് വേണം എന്നുള്ള നിലപാട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 3 സീറ്റെങ്കിലും ഞങ്ങൾ വേണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ നിലപാട്. പക്ഷേ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് കിട്ടണമെന്നുള്ള ഒരു അവസാന തീരുമാനത്തിലേക്ക് കടന്നു. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി കിട്ടുവാനുള്ള അവകാശമുണ്ട്. കുഞ്ഞാറും കൂട്ടനാട് അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കുമോ? അത് കേരള കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റുകളും പരമ്പരാഗതമായി കേരള കോൺഗ്രസ് കൈവശം വച്ചിരിക്കുന്ന സീറ്റുകളാണ്. ചുമ്മാ നമ്മളൊരു ആവശ്യം എന്ന് പറഞ്ഞ് നോക്കുമോ? കേരള കോൺഗ്രസിനെ ചങ്കും കരളും എടുത്തു തരണം എന്ന് പറഞ്ഞവരും കൊടുക്കുമോ? 63ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബാഹുബലി മികച്ച ചിത്രം, പിക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചൻ മികച്ച നടനും, ധനുവെറ്റ്സ് മനു റിട്ടേൺസിലെ അഭിനയത്തിന് കങ്കണ റണൌട്ട് മികച്ച നടിയുമായി. മികച്ച ബാലനടൻ ഗൗരവ് മേനോൻ, M. ജയചന്ദ്രൻ സംഗീത സംവിധായകൻ, ജയസൂര്യയ്ക്ക് പ്രത്യേക ജൂറി പരാമർശം, പത്തേമാരി മികച്ച മലയാള ചിത്രം. മലയാളത്തിന് 8 പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി M. സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, പുരസ്കാരത്തിന്റെ വിവരങ്ങൾ. സന്തോഷിലേക്ക് എത്താം. 8 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാളം സ്വന്തമാക്കിയിട്ടുള്ളത്. മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബാഹുബലിയാണ്. മികച്ച നടൻ അമിതാഭ് ബച്ചനാണ്. പീക്കുവിലെ അഭിനയത്തിനാണ് അമിതാഭ് ബച്ചന് അവാർഡ് ലഭിച്ചത്. വിവരങ്ങളുമായി സന്തോഷ്, M. സന്തോഷ് ചേർന്നുണ്ട്. സന്തോഷ്, വിശദാംശങ്ങൾ. 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഏറെയും വാരിക്കൂട്ടിയത് ബോളിവുഡ് ചിത്രങ്ങളാണ് എന്ന പ്രത്യേകതയാണ് ഉള്ളത്. ബാജിറാവു മസ്താനി എന്ന ചിത്രമൊരുക്കിയ സഞ്ജീവ് ലീല ബൻസാലിനാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത്. 7 പുരസ്കാരങ്ങളാണ് ബാജിറാവു മസ്താനി കരസ്ഥമാക്കിയത്. ബോളിവുഡ് ചിത്രങ്ങളായ തനുവെറ്റ്സ് മനു റിട്ടേൺസിനും പീക്കുവിനും 3 അവാർഡുകൾ വീതം ലഭിച്ചു. പീക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചൻ മികച്ച നടനായും തനുവെറ്റ്സ് മനു റിട്ടേൺസിലെ അഭിനയത്തിന് കങ്കണ റൗണത്തിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. മറ്റ് ഘടകങ്ങളോടൊപ്പം ദൃശ്യമികവും സാങ്കേതിക വിദ്യയുടെ കൃത്യമായ സംയോജനവുമാണ് ബാഹുബലിയെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കാൻ കാരണമായത് എന്നാണ് ജൂറി അംഗങ്ങൾ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മികച്ച ചലച്ചിത്ര സൗഹൃദ സംസ്ഥാനത്തിനുള്ള പുരസ്കാരം ഗുജറാത്തിനാണ് ലഭിച്ചത്. മുൻ വർഷങ്ങളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയിരുന്ന ബംഗാളി, മറാഠി, മലയാളം ചിത്രങ്ങൾക്ക് ഇത്തവണ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. 5 അവാർഡുകളാണ് മലയാളത്തിന് ലഭിച്ചത്. മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ജയസൂര്യക്കും സംഗീത സംവിധായകനായി M. ജയചന്ദ്രനെയും തിരഞ്ഞെടുത്തു. അമിതാഭ് ബച്ചനോടൊപ്പം അവസാന ഘട്ടത്തിൽ പോലും മത്സരത്തിന് ജയസൂര്യ ഉണ്ടായിരുന്നു എന്നാണ് ജൂറി അംഗങ്ങൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വലിയ ചിറകുള്ള പക്ഷികൾ മികച്ച പരിസ്ഥിതി ചിത്രമായും, പെൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഗൗരവ് മേനോനെ മികച്ച ബാലതാരമായും തിരഞ്ഞെടുത്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമായി VK പ്രകാശിന്റെ നിർണായകം എന്ന ചിത്രത്തിന് അവാർഡ് ലഭിച്ചു. സൗമ്യ, M. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. പുരസ്കാര നിറവിൽ ആഹ്ലാദ ചിത്രമാണ് മലയാളത്തിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ. പ്രതികരണങ്ങളിലേക്ക്. നമുക്ക് എന്താ പറയുക, ജനങ്ങളിൽ ഇഷ്ടപ്പെടുക, ഒരു സിനിമ ചെയ്യുക, ജനങ്ങളുടെ കഥാപാത്രത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ജനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ദേശീയ തലത്തിലും അതിനെ അംഗീകരിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ അവാർഡിനേക്കാൾ ഇത് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അവാർഡായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിന്റെ സന്തോഷം ഞാൻ ലോകമെമ്പാടുമുള്ള മലയാളികളുമായിട്ട് പങ്കിടുകയാണ്. ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമ നല്ല സിനിമയാകുന്നത് ഒരു സംവിധായകൻ്റെ മാത്രം എടുക്കല്ല, അതിൻ്റെ പിന്നിൽ ഉള്ള ഒരുപാട് ആളുകളുടെ എഫേർട്ടാണ്. ഈ സിനിമ ഇത്രയും നന്നാവാൻ കാരണം ഒന്ന് മമ്മൂക്ക, ശ്രീനിയേട്ടൻ, സിദ്ദീഖ പോലുള്ള ആളുകളുടെ അഭിനയം. ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരുപാട് മികച്ച ടെക്നീഷ്യൻസിൻ്റെ ഒരു നിര ഉണ്ടായിരുന്നു. മധു അമ്പാട്ട്, റസൂൽ പൂക്കുട്ടി, സമീറ സനീഷ്, വിജയ് ശങ്കർ, ജ്യോതിഷ് ശങ്കർ, പട്ടൺ റഷീദ്. അപ്പോൾ അവരുടെ എല്ലാം ഒരു എഫേർട്ടിൻ്റെ ഭാഗമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഈ അംഗീകാരം. ഇത്തരം പുരസ്കാരങ്ങൾ ഒരു പക്ഷേ ദേശീയ തലത്തിൽ ഇങ്ങനെ അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് അത്തരം വിഷയങ്ങളിൽ വീണ്ടും സിനിമകൾ ചെയ്യുക, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു തരത്തിലല്ലാതെ സാമൂഹികമായ വിഷയങ്ങളിൽ സാമൂഹികമായ ഇടപെടലോടുകൂടി സിനിമകൾ ചെയ്യാനുള്ള ഒരു നമ്മുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ സിനിമ ചെയ്യാനുള്ള ഒരു വലിയ ഊർജ്ജമാണ് ഇത്തരം പുരസ്കാരങ്ങൾ നമുക്ക് തരുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഏതൊരു സിനിമയായാലും നമുക്ക് ചെയ്യുന്നതിന് അംഗീകാരം കിട്ടുമ്പോൾ അത് ബോക്സ് ഓഫീസിലായാലും അതിന് വേറൊരു തരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള പറഞ്ഞില്ലേ ഒരു പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിന് വല്ലാത്തൊരു പ്രോത്സാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമാണ്. നമ്മളൊരു ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് ആഘോഷിച്ച ഒരു ഭാഷയാണ് സംസ്കൃതം. അപ്പൊ അതിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഒരു പശ്ചാത്തലവും, മറ്റൊന്ന് ഒരു മഹാകവിക്കുള്ള കേരളം മലയാളം കണ്ട ഏറ്റവും വലിയ ലാവണ്യ ശില്പമായിട്ടുള്ള, നമ്മൾ വായിച്ച ഏറ്റവും വലിയ ലാവണ്യ ശില്പമായിട്ടുള്ള നളചരിതത്തിന്റെ
ഉണ്ണായി വാര്യരെ കുറിച്ചുള്ള ഉണ്ണായി വാര്യരുടെ ജീവിതം ആലേഖനം ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണിത്. ഇല്ല, ഫിലിം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു SRFT-യിൽ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ ഡിപ്ലോമ ഫിലിമിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ പ്രോജക്ട് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പ്രോജക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തു. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഫിലിമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവനവൻ്റെ അമ്മയെ ഒന്നുകൂടി വീണ്ടും നോക്കാനും വേറൊരു രീതിയിൽ നോക്കാനും എല്ലാവരും പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം മലയാളത്തിന് നോൺ ഫീച്ചർ സെക്ഷനിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. LDF സീറ്റ് വിഭജനം പൂർത്തിയായി. വിവരങ്ങളുമായി ദിനകർ തത്സമയം ചേരുന്നുണ്ട്. ദിനകർ, എങ്ങനെയാണ്, എത്ര സീറ്റുകൾ വീതമാണ് വിവിധ പാർട്ടികൾ മത്സരിക്കുക, എങ്ങനെയാണ്? സൗമ്യ, LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ വിവിധ ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടായേക്കാം. LDF കൺവീനർ മാധ്യമപ്രവർത്തകരെ കണ്ടേക്കാം. ധാരണയനുസരിച്ച് CPIM 92 സീറ്റുകളിലാണ് മത്സരിക്കുക. CPI 27 സീറ്റുകളിൽ മത്സരിക്കും. ജനതാദൾ S 5 സീറ്റുകളിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം 4 സീറ്റുകളിലും INL 3 സീറ്റുകളിലും NCP 4 സീറ്റുകളിലും CMP 1 സീറ്റിലുമാണ് മത്സരിക്കുക. കോൺഗ്രസ് S 1 സീറ്റിൽ മത്സരിക്കും. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം 1 സീറ്റിൽ മത്സരിക്കും. കേരള കോൺഗ്രസ് B 1 സീറ്റിലും കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് 1 സീറ്റിലുമാണ് മത്സരിക്കുക. ഇത് സംബന്ധിച്ച് രാവിലെ ധാരണയിൽ എത്തുകയായിരുന്നു. അതോടൊപ്പം തന്നെ 2:30 LDF യോഗം ചേർന്നുകൊണ്ടും അന്തിമമായി തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾ തിരുവനന്തപുരം, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, ഇടുക്കി എന്നീ സീറ്റുകളിലാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുക. PC ജോർജിന് സീറ്റ് ഇല്ല. അതോടൊപ്പം തന്നെ JSSനും സീറ്റ് അനുവദിച്ചിട്ടില്ല. ജനതാദൾ S 5 സീറ്റുകളിലാണ് മത്സരിക്കുക. 6 സീറ്റുകളിലായിരുന്നു അവർ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ തവണ അവർ മത്സരിച്ച സീറ്റുകളുടെ എണ്ണം 5ആണ്. ഇത്തവണയും 5 സീറ്റിലേക്ക് അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ മത്സരിക്കുന്ന സീറ്റുകൾ തിരുവല്ല, അതോടൊപ്പം തന്നെ ചിറ്റൂർ, കോവളം, അങ്കമാലി തുടങ്ങിയ 5 സീറ്റുകളിലാണ് അവർ മത്സരിക്കുക. CMP ചവറയിലായിരിക്കും മത്സരിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് S കണ്ണൂരിലുമായിരിക്കും മത്സരിക്കുക. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം കടുത്തുരുത്തിയിലായിരിക്കും മത്സരിക്കുക. കോൺഗ്രസ് B പത്തനാപുരത്തും മത്സരിക്കും. ഇപ്രകാരമാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നത്. സൗമ്യ. യെസ്, ഇപ്പോൾ സുനിൽ അരമാനൂർ കൂടി ചേർന്നുണ്ട് വിശദമായ വിവരങ്ങളുമായി. സുനിൽ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് LDF യോഗത്തിന് ശേഷമുള്ള ഒരു വിവരം. LDF യോഗം അല്പം മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. ഇനി 4:30 മണിക്ക് ദിവസം തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് LDF കൺവീനർ വാർത്താ സമ്മേളനം നടത്തും. ഇപ്പോഴത്തെ ഒരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് CPM 92 സീറ്റിലും CPI 27 സീറ്റിലും ജനതാദൾ 5 സീറ്റിലും മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസിന് 4 സീറ്റ് നൽകും. NCPക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റ് തന്നെയാണ്. INL-ന് 3 സീറ്റും കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിന് 1 സീറ്റും കോൺഗ്രസ് S 1 സീറ്റ്, CMP 1 സീറ്റ്, RSP കോവൂർ കുഞ്ഞുമോൻ 1 സീറ്റ്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള വിഭാഗത്തിന് 1 സീറ്റ് എന്നിങ്ങനെയാണ് ഇന്നിപ്പോൾ സീറ്റ് സംബന്ധിച്ച് ഏകദേശ ധാരണയായിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിലും അതിനുശേഷം ചേർന്ന LDF യോഗത്തിനകത്തും വന്നിട്ടുള്ളത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഓരോ കക്ഷികൾക്ക് നൽകുന്ന ഈ സീറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ തന്നെ വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ CPI കഴിഞ്ഞ ദിവസം കൂടുതൽ സീറ്റ് 27 എന്നുള്ളത് കൂടുതൽ സീറ്റ് 1 സീറ്റെങ്കിലും അധികം നൽകണമെന്നുള്ളത് ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ വിജയസാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ CPIയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു ഇന്നത്തെ യോഗത്തിനകത്ത്. അതോടൊപ്പം തന്നെ സ്കറിയ തോമസ് വിഭാഗം തിരുവനന്തപുരം ചോദിച്ചിരുന്നു. അതും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് അനുഭാവപൂർവ്വമായിട്ട് നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ധാരണയിൽ എത്തിച്ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ LDF യോഗം പൂർത്തിയായിരിക്കുന്നത്. തീരുമാനങ്ങൾ 4:30 തന്നെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും.
സൗമ്യ. സുനിലരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ദിനകറും LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. റിപ്പർ മോഡൽ കൊലപാതക കേസുകളിലെ പ്രതി അറസ്റ്റിൽ. 9 പേരെ കൊന്ന തേവര സ്വദേശി കുഞ്ഞുമോൻ എന്ന സേവ്യറാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. 2007 മുതൽ ഈ മാസം 9 വരെ നടന്ന 9 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായത്. ഈ മാസം ആദ്യം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ഉണ്ണി എന്ന യുവാവിനെ രാത്രി കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി വലയിലായത്. രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറാറുള്ള കുഞ്ഞുമോൻ സിനിമ പൂർത്തിയാകും മുമ്പേ പുറത്തിറങ്ങി കടത്തിണ്ണകളിലും മറ്റും ഉറങ്ങുന്നവരിൽ നിന്ന് മോഷണം നടത്തും. നിലവിളിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ തന്ത്രപൂർവ്വം ഭാരം കൂടിയ കല്ലുപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ് പതിവ്. ശാസ്ത്രീയമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് DCP ഡോക്ടർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. വളരെ ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആള്, ബ്രേക്ക് ചെയ്യാനായിട്ട് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ആളെ കുറച്ചും കൂടെ ഈ കാര്യങ്ങൾ പറയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ സഹായം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 9 കേസ് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ തന്നെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്യ ജില്ലകളിൽ കൂടി ഉള്ള സാധ്യത നമ്മൾ ഡിറ്റക്ഷൻ ആവുമെന്നുള്ള സാധ്യതയും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സമ്പന്നരെ കൊലപ്പെടുത്തിയാൽ കുടുങ്ങുമെന്ന് ധാരണയുള്ളതിനാലാണ് ആക്രിക്കച്ചവടക്കാരെയും മറ്റും ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെങ്കിലും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സമാന കേസുകൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രതിക്കെതിരെ കൂടുതൽ കേസുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത പോലീസ് അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. സർവകലാശാലയിൽ പഠിപ്പുമുടക്കിന് SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം. വൈകിട്ട് 3 മണിക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്ത 25 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു, ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാ റാവു ചുമതല തിരികെ ഏൽക്കുന്നതിനെതിരെ പ്രതിഷേധമുയർത്തിയതിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കും. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് സന്നാഹത്തെ സർവകലാശാലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും 100 കണക്കിന് പോലീസുകാരാണ് ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. VC പ്രഖ്യാപിച്ച 4 ദിവസത്തെ അവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇന്ന് സർവകലാശാലയിൽ SFI പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു. VCയെ പുറത്താക്കിയില്ലെങ്കിൽ അഖിലേന്ത്യാ പഠിപ്പുമുടക്കിലേക്ക് കടക്കുമെന്ന് SFI അറിയിച്ചു. JNUവിൽ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ സമരത്തിന് പിന്തുണ അറിയിച്ച് ഇന്ന് പ്രതിഷേധ റാലി നടക്കും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഒരു സംഘം ജിഹാദികൾ നടത്തുന്ന തീവ്ര ഇടതു പ്രവർത്തനമാണ് സർവകലാശാലയിൽ നടക്കുന്നതെന്നായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MPയുടെ തൊഴി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. പോർബന്തറിൽ നിന്നുള്ള BJP MP ബിത്തൽ രഥാദിയാണ് പൊതുചടങ്ങിനിടെ വൃദ്ധനെ കാൽ കൊണ്ട് തൊഴിച്ചത്. ഒരാഴ്ച മുമ്പായിരുന്നു സംഭവം. എന്നാൽ ചടങ്ങിൽ അന്ധവിശ്വാസ പ്രചരണത്തിനെത്തിയതിനാലാണ് തൊഴിച്ചതെന്ന് MP ന്യായീകരിച്ചു. നേരത്തെ ഇതേ MP തന്നെ ടോൾ ബൂത്തിൽ കയറി സ്റ്റാഫിനെതിരെ തോക്ക് ചൂണ്ടുന്ന ദൃശ്യവും വ്യാപകമായി പ്രചരിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ദൃശ്യ സംഗീത ചിത്ര പ്രദർശനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ദൈവദശകത്തിലെ 10 ശ്ലോകങ്ങളെ ആധാരമാക്കിയുള്ള ചിത്രങ്ങളും വീഡിയോ ഇൻസ്റ്റലേഷനുമാണ് പ്രദർശനത്തിന്റെ സവിശേഷത. ഗുരുദർശനത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് ദൈവദശകം. ലോക സമസ്യകളെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് ഗുരു പറഞ്ഞുകൊടുത്തത് ദൈവദശകത്തിലൂടെയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ കവിതകളുടെ സത്തയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇത്തരം ഒരാശയത്തിലേക്ക് എത്തിച്ചതെന്ന് ചിത്രകാരനും അധ്യാപകനുമായ S. അഭിലാഷ് പറഞ്ഞു. ഗുരുവിൻ്റെ കവിതകൾ ആഴിയും തിരയും കാറ്റും ഇങ്ങനെ വിഷ്വൽസ് ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചിത്രങ്ങൾക്ക് ഭയങ്കര സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ അത്തരത്തിലാണ് ഞങ്ങളിതിങ്ങനൊരു ശ്രമം നടത്തിയത്. ദൈവദശകത്തിലെ 10 ശ്ലോകങ്ങളെ ആധാരമാക്കുന്ന 10 ചിത്രങ്ങളും അവയുടെ വീഡിയോ ഇൻസ്റ്റലേഷനും 10 ഹിന്ദുസ്ഥാനി രാഗങ്ങളിലുള്ള ശ്ലോകാലാപനവും അടങ്ങുന്നതാണ് പ്രദർശനം. പ്രൊഫസർ MK സാനുവാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.